പിന്നെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്കൊരു വീഡിയോ എടുത്താലോ? അപ്പോൾ രാവിലെ എണീറ്റ് ചായ കുടിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മ ദാ തിരുമ്പാനൊക്കെ വേണ്ടി തോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ തോടാണ്. ആദ്യമൊക്കെ ഞങ്ങൾ ഇത് തന്നെയാണ് കേട്ടോ കുളിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി വീട്ടുകളിൽ നിന്നൊക്കെ വേസ്റ്റ് വെള്ളമൊക്കെ ഇതിൽ ഒഴിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇതിൽ കുളിക്കാറില്ല, അലക്കാറ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ അലക്കി കഴിഞ്ഞാലും ആ തുണി വീട്ടിൽ നിന്ന് തന്നെ ഒന്നും കൂടെ ഒലുമ്പി ഇടും കേട്ടോ. ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ കുറേ ദിവസമായിട്ട് പൂമ്പാറ്റകളും തുമ്പികളൊന്നും കാണാണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ എന്തോ കാര്യപ്പെട്ട പണിയിലാണ്. എന്തോ വാഴം കയറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വാഴം കയറ് മീൻസ് വാഴേൻ്റെ നാരുണ്ടാവില്ല, അതുകൊണ്ട് എന്തോ ചെടി എന്തോ പിടിച്ച് കെട്ടാനാണ് തോന്നുന്നു. അതുതന്നെയാണ്. നിങ്ങൾ ഈ നാട്ടിൻപുറത്തുള്ളവരൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും കയറെന്തെങ്കിലും അന്വേഷിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ വാഴം കയറോ അല്ലെങ്കിൽ വള്ളികളൊക്കെ ഇട്ട് പെട്ടെന്ന് എടുക്കുക. അതാകുമ്പോൾ വേഗം കണ്ണ് കാണും, കിട്ടുകയും ചെയ്യും. വേറെ ഒന്നും തപ്പി പിടിച്ചാലും കിട്ടൂല. ഈ സമയത്ത് മലപ്പുറത്താണെങ്കിലേ ഇപ്പോൾ കുളിയും കൂറിയും കഴിഞ്ഞ് പൊട്ടും തൊട്ട് ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല. സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഒരുവിധം എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ മുട്ടിത്തിരിഞ്ഞ് നിന്ന് കുളി കഴിയുമ്പോഴത്തേന് ഏകദേശം 10:30 10:45 മിനി സിത്തോട്ടിനെയും കുളിപ്പിക്കാണ്ട് പറഞ്ഞ പോലെ തന്നെ മുട്ടിത്തിരിഞ്ഞ് കുളി കഴിഞ്ഞപ്പോഴത്തേന് 12 മണി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ തോട്ടിലെ വെള്ളമേ നല്ല തെളിവുണ്ട്. അപ്പോൾ വേഗം കുറച്ച് തുണികളുള്ളൂ, അത് വേഗം തിരുമ്പി എടുത്തു കേട്ടോ. സിത്തൂട്ടൻ നല്ല കളിയിലായിരുന്നു. കണ്ടോ, ലോഡും വണ്ടിയിലെ ലോഡൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ കുറച്ച് കിഴങ്ങ് പോരും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് മീനൊന്നും ഇല്ലാണ്ട് ചോറ് ഇറങ്ങൂല. പിന്നെ ഇതാട്ടോ ഞങ്ങൾ ചെറിയൊരു പുറത്തടുക്കളയാണ്. ഇത് യൂസ് ചെയ്യാത്ത ഫ്രിഡ്ജാട്ടോ ഇരിക്കണത്. അച്ഛനാണെങ്കിൽ 2-3 ദിവസമായി ഗ്യാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഗ്യാസ് വണ്ടി വെയിറ്റ് ചെയ്ത് ഗ്യാസുകാർ വന്നതേ ഇല്ല. അപ്പോൾ ലാസ്റ്റ് അച്ഛൻ നിറയ്ക്കാൻ വേണ്ടി പോയിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛനാണ് ആ ഗ്യാസൊക്കെ നിറച്ച് വരുന്നത്. അപ്പം ഇനി ഇതൊന്ന് ഇറക്കി വയ്ക്കാൻ സഹായിക്കട്ടെ കേട്ടോ. അങ്ങനെ ഇറക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ട് തന്നെ നേരെ ഞാൻ പാടത്തോട്ടായിട്ട് പോയത്. പാടത്ത് പോയി കഴിഞ്ഞൊരു സമാധാനമാണ് കേട്ടോ. എന്തെന്ന് പറയാൻ പറ്റില്ല, വേറൊരു ഫീലാണ്. അങ്ങനെ ഈ നിൽക്കുന്നതാണ് താള് തകരെന്നൊക്കെ പറയില്ലേ, അത്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരാളെ കൊന്നാൽ പോലും അറിയില്ല പറയാം, അത്രയ്ക്ക് കാടാണ് പറയുക. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇത് തോന്നലാണ്. ഞങ്ങളിവിടെ തന്നെ പൂളക്കൊമ്പ് നട്ടാ പറയുക, പക്ഷെ ഇത് തെറിയാണെന്നൊക്കെ പറയണേക്കാം. ഞങ്ങളിവിടെ പൂളാന്ന് തന്നെ പറയാറ്. ഈ കാണുന്ന ചെടികളൊക്കെ അമ്മ വെറുതെ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ വേനൽക്കാലത്ത്. അപ്പോൾ ഇപ്പം നല്ല പൂവുണ്ടായിട്ടുണ്ട്. ഞങ്ങളിതിനെ മാങ്ങാന്നാറി കിട്ടുമെന്നാ പറയുക, പക്ഷെ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. കോസ്മസ് എന്നാണ് ശരിക്കും പറയാൻ തോന്നുന്നുണ്ട്. ഇത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിലല്ലാത്ത കൊണ്ടേ ചീഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മൾ ഈ പുളക്കൊമ്പ് ഉണ്ടാക്കിയതിൻ്റെ ഏരി തന്നെയാണ് കേട്ടോ അത് കുഴിച്ചിട്ടേക്കുന്നത്. അതൊട്ട് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ മഴക്കാലമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയില്ലേ, ഓണാവാനും ആയി. ഇതാ തുമ്പികളൊക്കെ ഇതാ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു നീല ചെറിയൊരു തുമ്പിനെ കാണില്ലേ, കണ്ട് നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഒരു ഓറഞ്ച് തുമ്പിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, പാടത്തേക്ക് ഇറങ്ങിയ വേറൊരു ഫീലാണിത്. മഞ്ഞുതുള്ളികളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഇതാ എട്ടുകാലുണ്ട്, മറ്റേ തൊഴുകണ നമ്മൾ ആശാരി എന്നൊക്കെ പറയില്ലേ, ആ ജീവിയുണ്ട്. ഇതാ കാണും പുളക്കുമ്പേൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ വീടാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരട്ടെ. ഈ കാണുന്നൊരു പുല്ലില്ലേ, ഇത് വേനൽക്കാലമാകുമ്പോൾ ഉണങ്ങി നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് ഒരുപാട് പറിച്ചിട്ടുണ്ടാക്കും ഞങ്ങൾ. എന്നിട്ട് ഈ ചിമ്മിണി വിളക്കുണ്ടല്ലോ, അത് രാത്രി കത്തിച്ച് വെക്കുക, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട്. എന്നിട്ട് അതിൻ്റെ മുന്നിൽ ഇതിങ്ങനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൂത്തിരി കത്തണ പോലെ പൊട്ടിത്തെറിക്കും കേട്ടോ. നല്ല രസമായിരുന്നു. അന്ന് ഞങ്ങളിതിന് പൂത്തിരി എന്നാട്ടോ പറഞ്ഞിരുന്നത്. പിന്നെ ഈ കാണാനാണ് താളിൻ്റെ പൂവ് കേട്ടോ. പിന്നെ അച്ഛൻ കുളിക്കാൻ പോവാണ് പുഴയ്ക്ക്. ഇത്രയും വെള്ളം ഉണ്ടായാലും അച്ഛൻ പുഴയിൽ നിന്ന് തന്നെ കുളിക്കുമല്ലോ കേട്ടോ. അപ്പോൾ എനിക്കൊരു കൊറിയറും കൂടെ പൊട്ടിക്കാനുണ്ട്. ഞാൻ അടുത്ത വീട്ടിൽ നാളെ കണ്ടാ.